അമേരിക്കയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇന്നലെ പുറത്തുവിട്ടത്. അതായത് റഷ്യ വീണ്ടും ഉക്രൈനെതിരെ ഓഷ്യനിക് മിസൈൽ വിക്ഷേപിക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട്. ഓഷ്യനിക് മിസൈൽ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ആ മിസൈലിനെ കുറിച്ചല്ലേ സംസാരിച്ചത്. ആണവായുധം പോലും അതിനു മുൻപിൽ തോൽക്കുമെന്ന് റഷ്യ നൽകിയ പ്രചരണം അത് വലിയ രീതിയിലായിരുന്നു. എന്തുകൊണ്ട് റഷ്യ ഇപ്പോൾ ഉക്രൈനെതിരെ അത്തരമൊരു ഓഷ്യനിക് മിസൈൽ പ്രയോഗിക്കണം? നിങ്ങൾക്കെതിരെ ഇത്തരം ഒരു മിസൈൽ പ്രയോഗിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചന അമേരിക്ക എന്തുകൊണ്ട് ഉക്രൈന് നൽകണം? എന്താണ് സംഭവിച്ചത്? എന്ത് സംഭവിക്കും? ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. അമേരിക്കയുടെ ഇന്റലിജൻസ് അങ്ങനെ ചെറിയ കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരല്ല. റഷ്യ ഇത്തരം ഒരു മിസൈൽ പ്രയോഗിക്കാൻ പോകുന്നു എന്ന ഒരു സംശയം അവർക്ക് ഉണ്ടായിരുന്നിരിക്കണം. ഇനി റഷ്യ അങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഉക്രൈൻ നേരിട്ട് വീണ്ടും റഷ്യയിലേക്ക് ATCMS വിക്ഷേപിച്ചു. ഇതാണ് കാരണം. ഇത് ഒരു വലിയ പ്രശ്നമായി മാറുമെന്നും പറയുന്നു. റഷ്യയിലേക്ക് നേരിട്ട് വീണ്ടും ഒരു ATCMS വരിക എന്നുള്ളത് റഷ്യയെ കൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതും റഷ്യയുടെ സൈന്യത്തെയും വ്യോമസേനയെയും ഉക്രൈൻ ആക്രമിക്കുന്നത് വർദ്ധിച്ചിരിക്കുകയാണ്. നേരിട്ട് ലോങ് റേഞ്ച് വെപ്പൺസ് ഉപയോഗിച്ച് നമുക്കെതിരെ ഇവർ യുദ്ധം നടത്താൻ തുടങ്ങിയോ എന്നുള്ള ദേഷ്യത്തിൽ ഒരു പക്ഷേ റഷ്യ ഓർഷനിക് മിസൈൽ ഉക്രൈനെതിരെ പ്രയോഗിക്കാം എന്നുള്ളതാണ് അമേരിക്കൻ ഇന്റലിജൻസ് നൽകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതിനാൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റഷ്യ വീണ്ടും ഓർഷനിക് മിസൈൽ പരീക്ഷിക്കാൻ പോവുകയാണോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. 2025ഓടെ ബലറസിൽ ഒരു ഓർഷനിക് മിസൈൽ പോകും എന്ന് പുടിൻ ഇതിനകം തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിരുന്നു. എന്നാൽ ഈ ഓർഷനിക് മിസൈലിൽ ചില പോരായ്മകളുണ്ട്. ഞങ്ങൾ അവ ശരിയാക്കുകയാണ്, അത് ഉടൻ തന്നെ പൂർത്തിയാകുമെന്നും പറഞ്ഞിരുന്നു. ഒരു പക്ഷേ അത് പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ അത് പരീക്ഷിക്കാൻ അവർക്കൊരു ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ആവശ്യമാണ്. ഒരു പക്ഷേ ആ ടെസ്റ്റിംഗ് ഗ്രൗണ്ടാക്കി ഉക്രൈനെ മാറ്റും. ഉക്രൈൻ ATCMS വിക്ഷേപിച്ചുവെന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉക്രൈനെ ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ടാക്കി റഷ്യ മാറ്റും. അത് ചെയ്യാം, ചെയ്യാതിരിക്കാം. അത് റഷ്യയുടെ നിലപാടാണ്. ഇത്തരം ചില ഇൻഫോർമേഷൻസ് തീർച്ചയായും അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ടാകും. അതിലുപരി അവർ എങ്ങനെയാണ് ഓർഷനിക് മിസൈൽ വിക്ഷേപിക്കാൻ പോകുന്നത്, അത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്, അത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, ഇത്തരത്തിലുള്ള ആഴമേറിയ വിവരങ്ങളും അമേരിക്ക മണത്തെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉക്രൈനായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് അവർ നൽകിയത്. അതിനാൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഉക്രൈൻ എന്തെങ്കിലും അവസരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരവസരവും ഇല്ല. അമേരിക്ക ഇതിനകം $20 ബില്യൺ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. 2025 ഉക്രൈന്റെ പ്രതിരോധ ബജറ്റ് എത്രയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഏകദേശം $52 ബില്യൺ ആണ്. പ്രതിരോധ ബജറ്റ് എന്ന നിലയിൽ ഉക്രൈന് $52 ബില്യൺ വർദ്ധിപ്പിച്ചു. അപ്പോ ആ വർഷം മുഴുവനും റഷ്യക്കെതിരെ ഉക്രൈന് പോരാടാൻ വേണ്ടിയുള്ള എല്ലാ ഫണ്ടുകളും ഈ $52 ബില്യണിൽ തന്നെ ഉണ്ട്. ഇതുകൂടാതെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, അമേരിക്കയുടെ ചില സൗഹൃദ രാജ്യങ്ങൾ, ഉക്രൈൻ കോൺടാക്ട് ഗ്രൂപ്പ്, നിരവധി NGOകൾ, നിരവധി സംഘടനകൾ, ഇവർ എല്ലാവരും ഉക്രൈന് പണം വാരി വിതറും. പ്രതിരോധ ബജറ്റ് ഇല്ലാതെ തന്നെ ഇവയെല്ലാം ഉക്രൈന് ലഭിക്കുന്ന ഒരുപാട് സഹായമായിരിക്കും. അതിനാൽ ഇതിനെല്ലാം അടിസ്ഥാനമാക്കി അടുത്ത വർഷം 2025 ഉക്രൈൻ റഷ്യക്കെതിരെ പോരാടാൻ പോകുന്നു എന്നുള്ളത് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഉക്രൈൻ ഈ $52 ബില്യൺ തങ്ങളുടെ ബജറ്റായി പ്രഖ്യാപിച്ചത്. അപ്പോ അവർ അധിക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള പദ്ധതി സെലൻസ്കി ഇപ്പോ എക്സിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി ഡൊണാൾഡ് ട്രംപ് വന്നാൽ, ഇതിനുള്ള എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിന് പകരം ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ, ആരൊക്കെ തങ്ങളെ സഹായിക്കുമെന്നുള്ള പട്ടിക പോലും സെലൻസ്കി എടുത്തു വെച്ചിട്ടുണ്ട്. നാറ്റോ ട്രംപ് പ്രൂഫ് എന്ന ഒരു നയം അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതെല്ലാം സെലൻസ്കിക്ക് അനുകൂലമായി തന്നെ നീങ്ങുമെന്നാണ് സെലൻസ്കി വിശ്വസിക്കുന്നത്. കാണാം എന്ത് സംഭവിക്കുമെന്ന്. പെട്ടെന്ന് ട്രംപ് വന്ന് ഉക്രൈനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല, എന്റെ സുഹൃത്തുക്കൾ ആരും ഉക്രൈന് പിന്തുണ നൽകരുത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സെലൻസ്കി ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. അടുത്തതായി അമേരിക്കയുടെയും ചൈനയുടെയും സൈന്യത്തെ പലരും താരതമ്യം ചെയ്തു. പ്രത്യേകിച്ച് അമേരിക്കയുടെ മുൻ സൈനികർ, നേതാക്കൾ, ഇവർ എല്ലാവരും താരതമ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളായി അമേരിക്കയ്ക്ക് ഒരിക്കലും നേരിട്ടുള്ള ഒരു എതിരാളി ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ വെല്ലുവിളി നിറഞ്ഞ ഒരു എതിരാളി ഉണ്ടായിട്ടില്ല. അമേരിക്ക നേരിട്ട് അങ്ങനെ ഒരാളുമായി യുദ്ധം ചെയ്തിട്ടുമില്ല. നേരിട്ടാണ്, മുഖാമുഖം പോരാടിയിട്ടില്ല. പക്ഷെ തോളിൽ കൈയിട്ട് ചതിച്ച് യുദ്ധം ചെയ്യുന്ന
പരോക്ഷമായ യുദ്ധം അമേരിക്ക ഇന്നും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോ തീർച്ചയായും ചൈനയുമായി ഒരു യുദ്ധം നടക്കാൻ സാധ്യതയുണ്ട്. അതിനായിട്ടുള്ള അവസരമുണ്ട് എന്ന വിവരമാണ് എല്ലായിടത്തും ഇപ്പോൾ സംസാരിക്കുന്ന കാര്യം. ഈ യുദ്ധം എത്ര വേഗത്തിൽ സംഭവിക്കും എന്നറിയില്ല. ഒരു പക്ഷേ ഈ യുദ്ധം തായ്വാനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കാം, അല്ലെങ്കിൽ റഷ്യയെ ചൈന പിന്തുണയ്ക്കുന്നു എന്ന കാരണത്തെ ചൂണ്ടിക്കാണിച്ചുള്ളതായിരിക്കാം. എന്ത് കാരണമായാലും അത് സംഭവിക്കും. ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ ശക്തി എന്താണ് എന്ന് പല രാജ്യങ്ങൾക്കും കാണിച്ചു കൊടുക്കേണ്ട നിർബന്ധത്തിലേക്ക് ലോകശക്തിയായ അമേരിക്ക വരും. ഇത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം പലരും ഒരു കേസ് സ്റ്റഡിയായി തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ സൈന്യം എങ്ങനെയാണ്, ഇവരുടെ സൈന്യം എങ്ങനെയാണ്, ഇവരുടെ സാങ്കേതിക വിദ്യ എത്രത്തോളം പുരോഗമിച്ചു, അവർ എത്ര ഗവേഷണ വികസനം ചെയ്യുന്നു, എത്ര മനുഷ്യ വിഭവശേഷിയുണ്ട്, ഏത് തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യയാണ് അവർ നടപ്പിലാക്കാൻ തുടങ്ങിയത്, ഇവയെല്ലാം എല്ലാവരും പഠിക്കുന്നുണ്ട്. ഇതിനായി പല ബില്യൺ ഡോളർ കൊടുത്ത് ഇരു രാജ്യങ്ങളും പഠനം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കിട്ടുന്ന ഡാറ്റാസ് എല്ലാം ഗ്യാദർ ചെയ്യുക, ആ ഡാറ്റ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുക എന്ന് അതിനായിട്ടുള്ള ഡേറ്റാബേസസും നിർമ്മിച്ചു വരികയാണ്. കാരണം ശത്രു രാജ്യത്തിൽ നിന്നും ലഭിക്കുന്ന ഡേറ്റ ഉപയോഗിച്ച് മാത്രമേ ശത്രു ശക്തനാണോ ദുർബലനാണോ എന്ന് അറിയാൻ സാധിക്കൂ. ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ അടുത്ത ഘട്ട നടപടികൾ സ്വീകരിക്കാനാകൂ. അതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത്, സിറിയയിൽ റഷ്യക്ക് നഷ്ടം. റഷ്യ തോറ്റുപോയോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ റഷ്യ അതിനായിട്ടുള്ള ഒരു വിശദീകരണം നൽകി. ഇല്ല, റഷ്യക്ക് സിറിയയിൽ എന്തെല്ലാമാണോ ചെയ്യേണ്ടിയിരുന്നത് അതെല്ലാം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ചെയ്ത് അവസാനിപ്പിച്ചു. ഞങ്ങൾക്ക് ഇനി സിറിയയിൽ ആവശ്യമായ കാര്യങ്ങളൊന്നും ഇല്ല, ഞങ്ങൾ നേടിയെടുക്കേണ്ടതെല്ലാം എടുത്തു, അതുകൊണ്ടാണ് അസാദിനെ ഞങ്ങൾ സഹായിച്ചില്ല എന്ന ഒരു വിശദീകരണവും റഷ്യ നൽകി. സിറിയൻ ജനതയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ദുഃഖിക്കുന്നവരുമുണ്ട്, സന്തോഷിക്കുന്നവരുമുണ്ട്. എന്നാൽ സിറിയൻ ജനതയുടെ രക്തം ഇപ്പോഴും UK കൈകളിലാണ്. ഇറാൻ അങ്ങനെ ഒരു മുന്നറിയിപ്പും അവർക്കിപ്പോൾ നൽകിയിട്ടുണ്ട്. ഇറാന്റെ മുന്നറിയിപ്പ് ഇത് മാത്രമല്ല. തീർച്ചയായും ഇതേ സിറിയയിൽ അമേരിക്കൻ ഇസ്രായേൽ സൈന്യത്തെ തുരത്തി ഓടിക്കാൻ സിറിയയിലെ യുവാക്കൾ വരും. അത് ഉടൻ തന്നെ സംഭവിക്കും. അത് നടത്തി കാണിക്കുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോ ഇറാന്റെ അഭിപ്രായത്തിൽ സിറിയയിൽ യുദ്ധം ഇപ്പോഴാണ് ആരംഭിക്കാൻ പോകുന്നത്. 14 വർഷമായി ആഭ്യന്തര യുദ്ധം നടന്നത് അവർക്ക് വലിയ കാര്യമല്ല. എന്നാൽ ഇപ്പോ നടക്കാൻ പോകുന്ന, ഇനി വരാൻ പോകുന്ന യുദ്ധത്തെ ഇറാൻ ഇപ്പൊ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ മാത്രം 480-ലധികം വ്യോമാക്രമണങ്ങൾ നടത്തി ഇസ്രായേൽ അവരുടെ ശക്തി എന്താണെന്നും സിറിയയുടെ ബലഹീനത എന്താണെന്നും സിറിയയെ എങ്ങനെ ദുർബലപ്പെടുത്താമെന്നും കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇതിന്റെ അനന്തര ഫലങ്ങൾ അടുത്ത ഭാഗത്തിലൂടെ അറിയാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.